അത് സൂപ്പറായിരുന്നു. നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന കാര്യം അതിനൊക്കെ ഒരു ഭീകരമായിരുന്നു എക്സ്പീരിയൻസ്. കിട്ടില്ലാണ് ഇതേപോലെ ലാലേട്ടനെ തിരിച്ചു കിട്ടണം. അത് ലൂസിഫറിലും തുടങ്ങി നമുക്ക് കിട്ടും. വിഷയമില്ല, അടിപൊളിയായിരുന്നു. നരൻ എന്ന സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ ശരിക്കും ഇത് റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ഫീൽ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ലാലേട്ടനെ ഇങ്ങനെ കാണാൻ ഇപ്പോഴും ഭയങ്കര കൊതിയാണ്. തീർച്ചയായിട്ടും അതിന് വരുന്ന തുടരും എമ്പുരാനിലൂടെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലാലേട്ടനെ ആ ഒരു പഴയ ഒരു എവർഗ്രീൻ ആ ഒരു മികവ് പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. വേൽമുരുക പാട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ലാലേട്ടന്റെ ഒരു പടത്തിനൊരു ഫാൻസ് പവർ എന്ന് പറയുന്നത് അടിച്ചുപൊളി പാട്ടുകളുടെ ഡാൻസ് ആണ്. അത് സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് തിരിച്ച് വീണ്ടും ആ ഒരു ഫീലിംഗ് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ ഇനി അങ്ങനത്തെ അടിപൊളി സിനിമകളും പാട്ടുകളും ഒക്കെ ലാലേട്ടന്റെ വരും എന്ന പ്രതീക്ഷയോടാണ് ഞാൻ തിയേറ്റർ വിട്ട് ഇറങ്ങുന്നത്. സൂപ്പർ എക്സ്പീരിയൻസ്, അടിച്ചു പൊളിച്ച് അത് അടിപൊളി നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് 20 വർഷം ആശീർവാദിന്റെ 20 വർഷത്തിന്റെ നമുക്ക് വേണ്ടി ആഘോഷം തന്നത്. എന്റെ പൊന്നോ, ലാലേട്ടന്റെ ഈ നാരൻ പടം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ടി വിയിൽ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര രോഗമായിട്ട് ഇപ്പോഴത്തേക്കും നമുക്ക് തിയേറ്റർ സ്ക്രീൻ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ പാട്ടും കാര്യങ്ങളും വേറെ പാട്ടും ലാലേണ്ട ഓരോ പിന്നെ അതിലുള്ള കുറെ ക്ലാസിക് ഫീച്ചറുണ്ടല്ലോ, ഇമോഷൻസ് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തിയേറ്ററിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഉറപ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പടം ഞാൻ ഒരു കൊച്ചിനെ തിയേറ്ററിൽ കണ്ടതാണ്. ഇപ്പോഴും എനിക്ക് ആ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക്, അതായത് ഞാൻ 3 തവണ ടി വിയിൽ കണ്ടതാണ്, അല്ലാതെ നമ്മൾ യൂട്യൂബിലായാലും പല വീഡിയോ കണ്ടത്. പക്ഷേ തിയേറ്ററിൽ ഇപ്പോഴും കണ്ടപ്പോഴും ആ ഒരു ഫീല് പറഞ്ഞറിയിക്കുന്നില്ല. അത്രയും ഒരു എക്സ്പീരിയൻസ് ആവേശമായിരുന്നില്ല, ഭയങ്കര ആവേശമായിരുന്നു. തിയേറ്ററിലെല്ലാം ഓരോ സീനും നമുക്ക് ആവേശമായിരുന്നു. അതായത് ഈ സിനിമ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു പുലിമുരുക മൂലം ഫുൾ ആക്ഷൻ അല്ലല്ലോ. നമുക്ക് ലാലേട്ട ആ ഒരു ആക്ഷൻ വരുന്ന സീൻസ്, ലാലേട്ട കാര്യങ്ങളും പറ്റുമ്പോൾ നമ്മൾ അതൊരു ക്ലാസ് സീൻസ് വരുമ്പോൾ നമ്മൾ ആ ഒരു ഇമോഷനിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ട്. അതായത് നമ്മൾ ലാലേട്ടൻ്റെ ഒരു ആക്ഷൻ സീൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാലേട്ട ഇമോഷൻ സീൻസ് വരുമ്പോൾ നമ്മൾ അത്രയും നമ്മൾ അതിലോട്ടാവുന്നുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയോട് നമ്മൾ പൂർണ്ണമായിട്ടും തിയേറ്ററിൽ കണ്ടവരെല്ലാം ഈ സിനിമയോട് പൂർണ്ണമായിട്ട് അങ്ങ് ലയിച്ചിരുന്നത്. അതായത് ഓരോ സീൻസിനും എന്താണ് പ്രേക്ഷ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഈ പടത്തിലൂടെ തന്നിട്ടുണ്ട്. നമുക്ക് എനിക്ക് നല്ല ഈ പടം സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ റീപ്ലേസ് ചെയ്തതിന് വല്ല ആഗ്രഹമുണ്ടല്ലോ. എക്സ്പീരിയൻസ് ഇല്ല. തലമുറ ഒരു പടം വീണ്ടും കാണാൻ പറ്റിയത് നമ്മളെ തലമുറയ്ക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ്. എനിക്കൊരു ആവേശമാണ് തിയേറ്ററിൽ. ഒന്നാമത് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു റോ ഉണ്ടല്ലോ, ആ ഒരു റഷ് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആദ്യം തന്നെ ഉണ്ട്. പിന്നെ അത് സ്ക്രീനിൽ അത് കാണുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു അഡ്മിഷൻ വേറെ. പിന്നെ വേറെ പ്രത്യേകിച്ച് അതിന് പറയാനുള്ളത് പറഞ്ഞാൽ എല്ലാത്തിനേക്കാളും എൻ്റെ നേരെ ലാലേട്ട ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു ഒത്തൊരുമ, തന്നെ ആ ഒരു ഐക്യം, അത് ഇന്ന് വൈകിട്ട് ഇനി അടുത്ത എമ്പുരാന്റെ ടീസർ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീസറിന് വേണ്ടി ഒരു ഫാൻ ഷോ വയ്ക്കുന്നത്. അത്രയും നല്ല രീതിയിൽ എന്താണ് അത്രയും ആ ഒരു ഒത്തൊരുമയും ആ ഒരു കൂട്ടായ്മയുടെ ഒരു പവർ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇതെല്ലാം. ഇങ്ങനെയൊന്നും വേറെ ഒരു നടന്റെ ഒരിക്കലും സംഭവിക്കില്ല. അത് മലയാളത്തിൽ ബോളിവുഡിൽ ഇത് ലാലേട്ടന് മാത്രം, അത് ലാലേട്ടൻ ഫാൻസിനെ കൊണ്ട് മാത്രം സംഭവിക്കണം എന്ന് തന്നെ ഇതുപോലൊരു വേർപീസ്. അതേപോലെ തന്നെ ഒരു തിയേറ്റർ ഒരു തിയേറ്റർ മൊത്തമായിട്ട് ഒരു ടീച്ചർ ഫാൻ ഷോ നടത്തുന്നുണ്ട്. അതൊക്കെ ആ ഒരു കാലിബർ ആ ഒരു ഫോൺ ലാലേട്ട ഫാൻസിന് മാത്രമേ ഉള്ളൂ. അപ്പം അത് മറ്റ് ചിലർ അത് കണ്ട് പഠിക്കണം എന്താണ് ലാലേട്ടൻ്റെ ഫാൻസ് പവർ എന്നുള്ളത്. അതിന് ഒരിക്കലും ആരെ കൊണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്താണ് അൺഡിസ്പ്യൂട്ടഡ് കിങ് ആണ് ഏട്ടൻ. അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം പിന്നെ ആശീർവാദ് സിനിമാസിൻ്റെ 25ാം വാർഷികമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നേരം കളിച്ചത്. ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. 2005 ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ടത്, ഇപ്പോഴും കണ്ടായിരുന്നു. അപ്പോൾ 2 കാലഘട്ടത്തിലും കാണുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ഓറ ഉണ്ടല്ലോ ലാലേട്ടൻ. അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. വേറൊന്നും പറയാം. നല്ല എക്സ്പീരിയൻസ് കുട്ടിക്കാലത്ത് കാണുന്ന പടമാണല്ലോ. അതിൻ്റെതായ ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസും കാര്യങ്ങളും എല്ലാം റീകോൾ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ക്യാരക്ടറും കാര്യങ്ങളും എല്ലായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
എക്സ്പീരിയൻസ് സൂപ്പറായിട്ടുണ്ട്. ഈ നമ്മൾ ടി വിയിൽ കണ്ടിരുന്ന സിനിമ കണ്ടപ്പോൾ ഭയങ്കര സൂപ്പർ, ഒന്നും പറയാനില്ല. വേൽമുരുകൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. ഇപ്പൊ തന്നെ കൊളുത്തുമോ അത് ഉറപ്പാണ്, അത്ര കിടിലം പോണോ, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു.